ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോ വപ്ലവരഹിത പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഹരി ഓം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. യാജ്ഞവൽക്യ മഹർഷിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മഹിമകളെക്കുറിച്ചും നിങ്ങളേവരുമായി ആശയവിനിമയം നടത്താം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു ശബ്ദ സന്ദേശം അയക്കുന്നത്. യാജ്ഞവൽക്യ മഹർഷി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പിതാവ് യജ്ഞവൽക്യർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് എന്നാണ് നമ്മുടെ പുരാണങ്ങൾ അനുശാസിക്കുന്നത്. ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ പിറന്ന പുത്രനാണ് യജ്ഞവൽക്യർ എന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹം ജനിച്ച ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി തിഥിയിലാണ് യാജ്ഞവൽക്യ മഹർഷി പിറന്നതെന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ അവതരിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. യോഗീശ്വര ദ്വാദശി എന്നാണ് ആ ദിനത്തെ പറയുന്നത്. യജുർവേദം അല്ലെങ്കിൽ അധ്വർയുവേദം എന്ന പേരായ വേദശാഖയിലെ ആചാര്യനായിരുന്നു യാജ്ഞവൽക്യ മഹർഷി. ഇതിന് 101 ശാഖകളുണ്ടായിരുന്നു ഈ യജുർവേദത്തിന് എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പല ശാഖകളും കാലാന്തരത്തിൽ നഷ്ടപ്പെട്ടു പോയി. വേദവ്യാസ മഹർഷി ഈ 101 ശാഖകളിൽ 59 ശാഖകളെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ വൃദ്ധവ്യാസൻ എന്ന ശിഷ്യന് പകർന്നു കൊടുത്തു എന്ന് പറയുന്നു. ബാക്കി 27 ശാഖകളാണ് വേദവ്യാസ മഹർഷിയുടെ മറ്റൊരു ശിഷ്യനായ വൈശമ്പായന മഹർഷിക്ക് പകർന്നു നൽകിയത് എന്ന്. പക്ഷേ യാജ്ഞവൽക്യ മഹർഷിക്ക് ഈ 101 ശാഖകളും ഹൃദയസ്ഥമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിന് കാരണം നമുക്ക് ചുവടെ കാണാം. വൈശമ്പായന മഹർഷിയുടെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു യാജ്ഞവൽക്യ മഹർഷി. ഒരിക്കൽ വൈശമ്പായന മഹർഷിക്ക് ബ്രഹ്മഹത്യാ പാപമുണ്ടായി. ആ പാപമുണ്ടായപ്പോൾ അതിൽ നിന്നും രക്ഷ നേടുവാനായി ഗുരുകുലം യാജ്ഞവൽക്യ മഹർഷിയെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. കാരണം അത്രമാത്രം ശിഷ്യന്മാരിൽ വെച്ച് അത്രമാത്രം ശ്രേഷ്ഠനായ ശിഷ്യനായിരുന്നു യാജ്ഞവൽക്യ മഹർഷി. ഈ ഗുരുവായ വൈശമ്പായന മഹർഷിക്ക് ബ്രഹ്മഹത്യ പാപമുണ്ടാകാനുള്ള കാരണം ഇങ്ങനെയാണ് പറയുന്നത്. വൈശമ്പായന മഹർഷി ഗുരുകുലം നടത്തിയിരുന്ന ആ പ്രദേശത്തെ രാജാവായിരുന്നു സുപ്രിയൻ എന്നായിരുന്നു ആ രാജാവിൻ്റെ പേര്. ആ സുപ്രിയൻ എന്ന മഹാരാജാവ് ഒരിക്കൽ വൈശമ്പായന മഹർഷിയെ കാണുവാനായി ഗുരുകുലത്തിലെത്തി. എന്നിട്ട് രാജാവ് പറഞ്ഞു, അല്ലയോ ഗുരു അല്ലെങ്കിൽ അല്ലയോ മഹർഷേ, ഞാൻ മഹാരോഗിയായി വ്യഥയോടുകൂടി ജീവിക്കുകയാണ്. എൻ്റെ ഈ രോഗവും ദുഃഖവുമൊക്കെ വരാൻ കാരണം ഞാൻ ചെയ്ത പാപങ്ങളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വൈശമ്പായന മഹർഷിയും അങ്ങയുടെ ശിഷ്യന്മാരും വന്ന് രാജകൊട്ടാരത്തിൽ വന്ന് പൂജകളും യാഗാദി ഹോമങ്ങളൊക്കെ നടത്തി എന്നെ ഈ മഹാവ്യാധിയിൽ നിന്നും രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ വൈശമ്പായന മഹർഷി എന്ത് ചെയ്തു?
അദ്ദേഹത്തിൻ്റെ ആ അപേക്ഷ സ്വീകരിച്ചു. കാരണം ഈ ഗുരുകുലം ഇരിക്കുന്ന പ്രദേശത്തെ രാജാവാണ് സുപ്രിയൻ. അപ്പോൾ ഒരു രാജ്യത്തെ രാജാവിനാണല്ലോ അധികാരമുള്ളത്. അപ്പോൾ ആ രാജാവ് ദുഃഖിക്കുന്നു എന്ന് കണ്ടാൽ ആ രാജ്യത്തെ ജനങ്ങളൊക്കെ ദുഃഖിക്കുന്നു, അല്ലെങ്കിൽ ആ ദുഃഖം ജനങ്ങളെയും ബാധിക്കുമല്ലോ. അപ്പോൾ ലോകക്ഷേമത്തിനായി അല്ലെങ്കിൽ രാജ്യക്ഷേമത്തിനായി വൈശമ്പായന മഹർഷി പറഞ്ഞു, അതിനെന്താ, ഞാൻ വരാം, ഞാൻ വന്ന് അങ്ങയുടെ ഈ പാപശമനത്തിനുള്ള പ്രതിക്രിയകളൊക്കെ ചെയ്ത് അങ്ങയെ ഈ മഹാവ്യാധിയിൽ നിന്നും രക്ഷിക്കാം എന്ന് ഉറപ്പ് കൊടുത്തു. അങ്ങനെ ഗുരു സമ്മതിച്ചു. സുപ്രിയൻ എന്ന രാജാവ് മടങ്ങി കൊട്ടാരത്തിലേക്ക് പോയി. അതിനുശേഷം വൈശമ്പായന മഹർഷി തൻ്റെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ച് ഗുരുകുലത്തിൽ ഇന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടായി, രാജാവ് വന്നു, ഇന്ന കാര്യങ്ങളൊക്കെ നടന്നു, അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോയി കൊട്ടാരത്തിൽ പോയി താമസിച്ച് പൂജാ വിധിക്രമങ്ങളൊക്കെ നടത്താം എന്ന് വൈശമ്പായന മഹർഷി ശിഷ്യന്മാരോടെല്ലാവരോടുമായി കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, അല്ലയോ ഗുരു, ഇത് നാം ചെയ്യുന്നത് ശരിയല്ല. കാരണം രാജാവിൻ്റെ വിധിയാണ് ഈ വ്യാധി ദുഃഖ ക്ലേശ രൂപത്തിൽ അദ്ദേഹം അനുഭവിക്കുന്നത്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു എന്നല്ലേ, ഈ മുജ്ജന്മ പാപവും ഈ ജന്മങ്ങളിൽ ചെയ്ത അധർമ്മത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ഞാൻ ദുഃഖം അനുഭവിക്കുന്നത്. അത് കാരണം അദ്ദേഹത്തിൻ്റെ വിധിയാണത്. അതുകൊണ്ട് നമ്മൾ ഈ വിധിയെ തടുക്കുന്നത് ശരിയല്ല. ഭഗവതിച്ഛയാണ്. ഈ രാജാവായിരുന്നിട്ട് കൂടിയും അദ്ദേഹത്തിന് സന്തോഷിക്കുവാൻ സാധിക്കാത്തത്. അത് വിധിയെ തടുക്കാൻ നമ്മളാളല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അദ്ദേഹം അനുഭവിക്കുക തന്നെ വേണമെന്ന് യാജ്ഞവൽക്യ മഹർഷി എല്ലാവരുടെയും മുന്നിൽ നിന്നുകൊണ്ട് വൈശമ്പായന മഹർഷിയോട് പറഞ്ഞു. അപ്പോൾ വൈശമ്പായന മഹർഷിക്ക് അത് കേട്ടപ്പോൾ വളരെ ഒരു അപ്രതീക്ഷിതമായി തോന്നി. കാരണം ഇത്രയും കാലം ഗുരു എന്തു പറയുന്നോ അതിന് എതിർത്തൊന്നും പറയാതെ ഏറ്റവും ഉത്തമ ശിഷ്യനായിരുന്ന ആളാണ് യാജ്ഞവൽക്യ മഹർഷി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു എതിർപ്പ് പറഞ്ഞപ്പോൾ ഗുരുവിനും വല്ലാത്ത വിഷമമായി. പക്ഷേ ഗുരുനാഥൻ പറഞ്ഞു, ഞാൻ എന്തായാലും വാക്ക് കൊടുത്തു പോയില്ലേ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ പോയി എന്തൊക്കെയാണോ പ്രതിക്രിയകൾ വേണ്ടത് അതൊക്കെ ഞാൻ ചെയ്യും. കാരണം അദ്ദേഹത്തിന് വേണ്ടിയല്ല, എൻ്റെ വാക്കിനും വേണ്ടിയല്ല, ലോകഹിതാർത്ഥം, ലോകത്തിന് നന്മ ഉണ്ടാകുവാനായി ഞാൻ ചെയ്യും. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, ശരി എങ്കിൽ അങ്ങക്ക് ആരെയാണോ അനുയായികളായി വേണ്ടത് ആ ശിഷ്യന്മാരെയായിട്ട് അങ്ങ് പോയി പൂജകളും ഹോമങ്ങളും ചെയ്തോളൂ, ഞാൻ വരില്ല എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. ശരി, ഗുരുനാഥൻ എതിർത്തില്ല. കാരണം അത്രയും ഉത്തമ ശിഷ്യനാണ് യാജ്ഞവൽക്യ മഹർഷി. ഒന്ന് കാണാതെ യാജ്ഞവൽക്യ മഹർഷി ഇങ്ങനെ പറയില്ല. യാജ്ഞവൽക്യ മഹർഷി പറയുന്നതും ശരിയാണ് എന്ന് വൈശമ്പായന മഹർഷിക്ക് മനസ്സിലായി. അപ്പോൾ ശരി, അദ്ദേഹം പറഞ്ഞു, ശരി എന്നാൽ ഞങ്ങൾ പോയി ഈ കർമ്മങ്ങൾ ചെയ്തിട്ട് വരാം. അങ്ങനെ ഗുരുവും മറ്റു ശിഷ്യന്മാരും രാജാവിൻ്റെ ഈ വ്യഥ മാറ്റുവാനായി പൂജകൾക്കായി കൊട്ടാരത്തിലേക്ക് പോയി. അപ്പോൾ ഈ ഗുരുകുലം ഏൽപ്പിച്ചു പോയത് യാജ്ഞവൽക്യ മഹർഷിനെ ആയിരുന്നു. അദ്ദേഹം അത് യഥാവിധി എല്ലാ കർമ്മങ്ങളും അധ്യയനവും അധ്യാപനവും എല്ലാം നടത്തി ഗുരുകുലം നല്ല ഭംഗിയായി യാജ്ഞവൽക്യ മഹർഷി സംരക്ഷിച്ചു വരുന്നു. അതോടൊപ്പം അതേസമയം ഗുരുനാഥനും മറ്റു ശിഷ്യന്മാരും കൊട്ടാരത്തിൽ ഈ പൂജകൾക്കായി പോയിരിക്കുന്നു. അങ്ങനെ അവർ മടങ്ങി വന്നു. അപ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ ഗുരുകുലം കടന്നു പോകുന്നു. പഠനവും പാഠനവുമൊക്കെ നടന്ന് അങ്ങനെ പോകുന്നു. ഇങ്ങനെ കാലം കടന്നുപോയി. പക്ഷേ എന്തു സംഭവിച്ചു എന്ന് വെച്ചാൽ രാജാവിൻ്റെ വ്യാധി മാറുന്നതേയില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം രാജാവ് വൈശമ്പായന മഹർഷിയെ കാണുവാനായി ഗുരുകുലത്തിലേക്ക് വന്നു. അപ്പോൾ പാഠശാല നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ രാജാവ് വന്നതറിഞ്ഞ് വൈശമ്പായന മഹർഷി ആദരവെല്ലാം കൊടുത്തു സ്വീകരിച്ചു. വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, എങ്ങനെയായിരുന്നു ഞാൻ ആദ്യം അങ്ങയെ തേടി
ഇവിടെ എത്തിയത്. അതേപോലെ തന്നെ എൻ്റെ വ്യാധിക്കോ ദുഃഖത്തിനോ ഒരു മാറ്റവുമില്ല എന്ന്. അപ്പോൾ ഗുരുവിന് മനസ്സിലായി ഇത് എന്തോ പ്രശ്നമുണ്ടല്ലോ അല്ലേ, ഞാൻ ഈ ചെയ്തത് ധർമ്മമല്ലാതെയാണോ, എൻ്റെ ശിഷ്യൻ എനിക്ക് മുന്നറിയിപ്പ് തന്നതാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വ്യഥയാണോ ഈ പൂജകളും പ്രതിക്രിയകളും ഫലിക്കാത്തത് എന്നൊക്കെയുള്ള ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ വൈശമ്പായന മഹർഷി രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, ശരി, ഞാൻ ഒരിക്കൽ കൂടി വന്ന് പൂജകൾ ചെയ്യാം, അങ്ങ് വിഷമിക്കേണ്ട, നമുക്ക് രാജ്യത്തിൻ്റെ ക്ഷേമത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് വാക്ക് കൊടുത്തു വൈശമ്പായന മഹർഷി. അങ്ങനെ രാജാവ് വീണ്ടും കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. വൈശമ്പായന മഹർഷി വീണ്ടും ശിഷ്യന്മാരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. യാജ്ഞവൽക്യ മഹർഷിയെയും ക്ഷണിച്ചു. യാജ്ഞവൽക്യ മഹർഷിയോട് പറഞ്ഞു, ദയവായി അങ്ങ് ഈ പൂജകൾക്കായി പോകണം, കാരണം നീയാണ് എൻ്റെ ഉത്തമ ശിഷ്യൻ, നീ ചെയ്താൽ ഇത് ഫലമുണ്ടാകും. അതുമാത്രമല്ല, ആദ്യം ആ വിധിയാണല്ലോ അനുഭവിക്കാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നീ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മഹർഷി തന്നെയാണ്, നിൻ്റെ ഈ ഒരു ദുഃഖമായിരിക്കാം, അല്ലെങ്കിൽ ആ വേണ്ട എന്നുള്ള ആ പറച്ചിലായിരിക്കാം ഒരു പക്ഷേ ഈ പ്രതിക്രിയകൾ ഫലിക്കാതിരിക്കുന്ന, അതിന് തടസ്സമായിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് തന്നെ പോയി ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. അവസാനം യാജ്ഞവൽക്യ മഹർഷിയോട് തന്നെ ഗുരു പോകാൻ പറഞ്ഞു. അപ്പോൾ വേറെ ഒരു നിവൃത്തിയുമില്ലാതെ യാജ്ഞവൽക്യ മഹർഷി എതിർത്തു. ആ വരും വരായികളൊക്കെ പറഞ്ഞു, നമ്മൾ ഭഗവാനോടാണ് കളിക്കുന്നത്, കാലത്തിനോടാണ് കളിക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള വരും വരായികളൊക്കെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. കാരണം കാലം നിശ്ചയിച്ചിരിക്കുന്ന പുണ്യപാപത്തിനെ നമ്മൾ തടയരുത്, ഒരിക്കൽ തടഞ്ഞ് അതിന് ഫലമുണ്ടായില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക തന്നെ വേണം. അത് വിധിയാണ്, രാജൻ്റെ വിധിയാണ് അദ്ദേഹം ഈ ദുഃഖം അനുഭവിക്കുന്നത്. അത് നമ്മൾ ഒരുപാട് തടസ്സപ്പെടുത്തരുത്, അത് പ്രകൃതി വിരുദ്ധമായി മാറും, അതുകൊണ്ട് നാം അത് ചെയ്യരുത് എന്നെല്ലാം യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. പക്ഷേ ഗുരു പറഞ്ഞു, നീ അങ്ങനെ ചിന്തിക്കണ്ട, ലോകഹിതാർത്ഥം നമുക്ക് പോയി ചെയ്യാം, നീ എൻ്റെ ആജ്ഞ നീ അനുസരിക്കണമെന്ന് വൈശമ്പായന മഹർഷി യാജ്ഞവൽക്യ മഹർഷിയോട് പറഞ്ഞു. അങ്ങനെ ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ച് യാജ്ഞവൽക്യ മഹർഷി പോയി ഈ ജപ ഹോമാദി യാഗങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ യാഗത്തിൻ്റെയൊക്കെ അവസാനം, ഈ യാഗഹോമാദികളുടെ അവസാനം തീർത്ഥം പ്രസാദമായി നൽകുന്ന ഒരു ചടങ്ങുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാകുക അല്ലേ. എല്ലാ മന്ത്രങ്ങളും ആ മന്ത്രത്തിൻ്റെ ജപശക്തി മുഴുവൻ ആവാഹിക്കുന്നത് തീർത്ഥത്തിലേക്കാണ് അല്ലേ. എന്നിട്ട് തീർത്ഥമാണ് നമുക്ക് പ്രസാദമായി തരുന്നത്. പിന്നെ അതിനുശേഷം ആ ഹോമത്തിനോ യാഗത്തിനോ വെച്ചിരിക്കുന്ന നിവേദ്യം നമുക്ക് പ്രസാദമായി ലഭിക്കാറുണ്ട്. പക്ഷെ ആദ്യം കിട്ടുന്നത് തീർത്ഥമാണ്, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഈ യാജ്ഞവൽക്യ മഹർഷി അദ്ദേഹത്തിന്, രാജാവിന് വേണ്ടിയുള്ള ഈ ഹോമങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവസാനം തീർത്ഥം പ്രസാദമായി നൽകുവാനായി രാജാവിനെ ക്ഷണിച്ചു. അപ്പോൾ ഈ രാജൻ, അതായത് സുപ്രിയൻ എന്ന രാജാവ് അശ്രദ്ധയോടെ ഇരിക്കുന്നത് യാജ്ഞവൽക്യ മഹർഷിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷിക്ക് വളരെ വിഷമമായി. കാരണം രണ്ടാമത് വീണ്ടും ഈ പ്രതിക്രിയകൾ ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും ശ്രദ്ധാലുവായും ഭയഭക്തിയോടു കൂടിയും ഇരിക്കേണ്ട ആൾ രാജാവാണ്. പക്ഷേ ആ രാജാവിന് ശ്രദ്ധയില്ലാതെ ഇരിക്കുന്നത് യാജ്ഞവൽക്യ മഹർഷിക്ക് മനസ്സിലായി. അദ്ദേഹം ത്രികാലജ്ഞാനിയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുന്ന ആളിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നതെന്നൊക്കെ വായിക്കുവാനുള്ള കഴിവുള്ള മഹായോഗിയാണ് യാജ്ഞവൽക്യ മഹർഷി. അങ്ങനെ യാജ്ഞവൽക്യ മഹർഷിക്ക് ഇത് അധർമ്മമാണ് നടക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ എന്തു ചെയ്തു? ഈ തീർത്ഥജലം രാജാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാതെ തീർത്ഥം ആ കൊട്ടാരത്തിൻ്റെ തൂണിൽ, അല്ലെ, തൂണറിയാലോ അല്ലേ, എല്ലാ ക്ഷേത്രങ്ങളിലും
കൊട്ടാരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, താങ്ങി നിർത്തുന്നത് പില്ലർ എന്ന് പറയും. അല്ലേ, ഭഗവാൻ തൂണ് പിളർന്ന് വന്ന കഥയൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ യാജ്ഞവൽക്യ മഹർഷി എന്ത് ചെയ്തു, കൊട്ടാരത്തിലെ തൂണിലേക്ക് ഈ തീർത്ഥജലവും അക്ഷതവും, അല്ലേ, അക്ഷതം മംഗളമുണ്ടാകുവാനായിട്ട്, അല്ലേ, പൂജകൾക്ക് ഉപയോഗിക്കുന്നതാണ്. ആ അക്ഷതവും തീർത്ഥജലവും എന്ത് ചെയ്തു, കൊട്ടാരത്തിൻ്റെ തൂണിലേക്ക് പ്രോക്ഷണം ചെയ്തു. രാജാവിന് കൊടുക്കാതെ യാജ്ഞവൽക്യ മഹർഷി പ്രോക്ഷണം ചെയ്ത് തൻ്റെ ഹോമം കഴിഞ്ഞു മടങ്ങി വീണ്ടും ഗുരുകുലത്തിലേക്ക് വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു, ഈ തൂണൊക്കെ മുളച്ചു വന്നു എന്നാണ് പറയുന്നത്. കാരണം അത്രമാത്രം തപശക്തി കൊണ്ട് ഈ ഇരുമ്പ് തൂണുകൾ പോലും, അല്ലെങ്കിൽ മറ്റ് ജഡപദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാക്കിയ തൂണിന് പോലും ആ ചേതനത്വമുണ്ടായി, അത് മുളച്ചു വരിക, അതിൽ നിന്നും അക്ഷതം വളർന്ന് ധാന്യങ്ങളുണ്ടായി എന്ന് പറയുന്നത്. ഇവിടെ ഇത് അതിശയോക്തിയോടുകൂടി പറയുന്നതിന് കാരണം അത്രമാത്രം തപശക്തിയുള്ള ആളായിരുന്നു യാജ്ഞവൽക്യ മഹർഷി. അദ്ദേഹത്തിൻ്റെ തീർത്ഥത്തിന് പോലും അത്രമാത്രം മന്ത്രശക്തി ഉണ്ടായിരുന്നു. അപ്പോൾ രാജാവിന് തൻ്റെ തെറ്റു മനസ്സിലായി. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു, യാജ്ഞവൽക്യ മഹർഷിയുടെ പുറകെ ഓടി വന്നു, ഗുരുകുലത്തിലേക്ക് ഓടി വന്നു. അപ്പോൾ എന്നിട്ട് തൻ്റെ അപരാധമെല്ലാം ഗുരുവിൻ്റെ അടുത്ത് ഈ രാജാവ് ഏറ്റുപറഞ്ഞു. സമസ്ത അപരാധവും പൊറുക്കണം എന്ന് പറഞ്ഞ് ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു ഈ രാജാവ്. എന്നിട്ട് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു, ഞാൻ ശ്രദ്ധയോടെ ഇരിക്കാം, വീണ്ടും അങ്ങയുടെ ശിഷ്യനായ യാജ്ഞവൽക്യ മഹർഷിയെ കൊട്ടാരത്തിലേക്ക് അയക്കണം, അദ്ദേഹം തന്നെ ഈ പൂജകൾ വേണം എന്ന് വൈശമ്പായന മഹർഷിയുടെ അടുത്ത് സുപ്രിയൻ എന്ന രാജാവ് അഭ്യർത്ഥിച്ചു. അപ്പോൾ വീണ്ടും എന്ത് സംഭവിച്ചു, വൈശമ്പായന മഹർഷി യാജ്ഞവൽക്യ മഹർഷിയോട് പറഞ്ഞു, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നാം വസിക്കുന്ന ഈ ഗുരുകുലം രാജാവിൻ്റെ മണ്ണാണ്, രാജാവിൻ്റെ അധീനതയിലുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ജീവിക്കണം, മറ്റു ജന്തു ജീവരാശികൾക്കൊക്കെ ഈ രാജ്യത്ത് ജീവിക്കണം. അപ്പോൾ നമ്മളുടെ കടമയാണ് നമ്മളെ ഭരിക്കുന്നവനെ സംരക്ഷിക്കുക എന്നത്. അതുകൊണ്ട് നീ അദ്ദേഹത്തിൻ്റെ ഈ തെറ്റ് ഏറ്റുപറഞ്ഞത് സ്വീകരിച്ചുകൊണ്ട് വീണ്ടും പോയി ഈ ക്രിയകൾ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു. പക്ഷേ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, ഞാൻ പോകില്ല എന്ന് വാശി പിടിച്ചു. കാരണം പാപമാണ് ഈ വ്യാധിയായും രണ്ടാമത് വിഘ്നമായും അനുഭവിക്കേണ്ടി വന്നത്. അല്ല, അശ്രദ്ധ എന്നത് ഈ രാജാവിന് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ വിഘ്നം കൊണ്ടാണ്. ആ പാപം വിഘ്നമായി തീർന്നതാണ്. അപ്പോൾ അത്രമാത്രം പാപം അദ്ദേഹം അനുഭവിക്കുവാനുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ പ്രകൃതിയോടും ഈശ്വരനോടും കളിക്കരുത്, അല്ലെ, ഒരുപാട് മുന്നറിയിപ്പ് തന്നു. ആദ്യം വൈശമ്പായന മഹർഷി പോയപ്പോൾ പൂജകൾക്ക് ഫലമുണ്ടായില്ല. രണ്ടാമത് ഉത്തമ ശിഷ്യനായ യാജ്ഞവൽക്യ മഹർഷി മുഴുവൻ മനസ്സില്ലാ മനസ്സോടുകൂടിയാണെങ്കിൽ പോലും പൂജകൾ ചെയ്തിട്ട് അതിൻ്റെ ആ തീർത്ഥപ്രസാദം സ്വീകരിക്കുവാനുള്ള അവസരം രാജാവിന് ലഭിച്ചില്ല. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നമ്മൾക്ക് പ്രകൃതി തന്നെ കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ഞാൻ പോകില്ല എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, ഈ രാജൻ അനുഭവിക്കുന്നത് പാപമാണ്, ആ പാപ ഫലമാണ് വ്യാധിയായും വിഘ്നമായും അനുഭവിക്കുന്നത് എന്ന്. അപ്പോൾ വൈശമ്പായന മഹർഷി പറഞ്ഞു, അല്ലേ, അതായത് ഗുരുനാഥൻ പറഞ്ഞു, എൻ്റെ ആജ്ഞ നീ അനുസരിക്ക വേണം, ഇല്ലെങ്കിൽ എൻ മൂലമായി ലഭിച്ച ലാഭത്തെ എല്ലാം നീ തിരികെ നൽകിയാലും യാജ്ഞവൽക്യ എന്ന് പറഞ്ഞു. അതായത് ഗുരുവിന് ദേഷ്യം വന്നു ശിഷ്യൻ അനുസരണക്കേട് കാണിക്കുമ്പോൾ. പക്ഷേ ധർമ്മത്തിന് വേണ്ടിയാണ് ശിഷ്യൻ അനുസരണക്കേട് കാണിച്ചത് എങ്കിൽ കൂടിയും ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമായ പാപം വൈശമ്പായന മഹർഷിയും ചെയ്യാനിടയായി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഗുരു പറഞ്ഞു, നീ എൻ്റെ ആജ്ഞ അനുസരിക്ക വേണം, ഇല്ലെങ്കിൽ
എന്മൂലമായി ലഭിച്ച ലാഭത്തെയെല്ലാം നീ തിരികെ നൽകിയാലും, അതായത് ഈ 27 ശാഖകൾ വേദവ്യാസ മഹർഷി യജുർവേദത്തിൻ്റെ 27 ശാഖകളാണ് വൈശമ്പായന മഹർഷിക്ക് നൽകിയത്. ആ 27 ശാഖകളാണ് വൈശമ്പായന മഹർഷി യാജ്ഞവൽക്യ മഹർഷിക്കും മറ്റ് ശിഷ്യന്മാർക്കും പകർന്നു നൽകിയത്. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷിയോട് പറഞ്ഞു, അല്ലയോ യാജ്ഞവൽക്യ, നീ എന്നിൽ നിന്നും പഠിച്ച, അതാണ് എന്മൂലമായി ലഭിച്ച ലാഭത്തെയൊക്കെ തിരികെ നൽകണമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്നിൽ നിന്നും പഠിച്ച ഈ 27 ശാഖകളെയും നീ ഇവിടെ മടക്കി നൽകിയിട്ട് ഗുരുകുലം വിട്ടു പോകണം എന്ന് ആജ്ഞാപിച്ചു. വളരെ ദേഷ്യത്തോടു കൂടി ഗുരുനാഥൻ പറഞ്ഞു. പക്ഷേ ഇത് കേട്ടിട്ട് യാജ്ഞവൽക്യ മഹർഷിക്ക് ഒരു കൂസലുമില്ല. കാരണം താൻ അധർമ്മത്തിനെയാണ് എതിർത്തത്, ഗുരുവിനെ അല്ല എതിർത്തത്, രാജാവിനെ അല്ല എതിർത്തത്, രാജ്യത്തെ അല്ല എതിർത്തത്, അധർമ്മത്തെയാണ് എതിർത്തത്. അതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷിക്ക് ഒരു വിഷമവും തോന്നിയില്ല. അദ്ദേഹം എന്തു ചെയ്തു? ഈ 27 ശാഖകളും യാജ്ഞവൽക്യ മഹർഷി തിരികെ കൊടുത്തു, ഛർദി മാതിരി തിരികെ കൊടുത്തു എന്ന്. അതായത് കേട്ടതും പഠിച്ചതും ആ ബുദ്ധിയിൽ ഉറപ്പിച്ച കാര്യമൊക്കെ മടക്കി കൊടുത്തു. അതപ്പോൾ ഈ പാനം ചെയ്തത് തിരിച്ച് ഛർദ്ദിക്കുന്ന പോലെയായി. അങ്ങനെ രീതിയിലാണ് കഥ പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഗുരുകുലത്തിലുണ്ടായിരുന്ന ബാക്കി ശിഷ്യന്മാരെല്ലാവരും ഇത് കണ്ടിട്ട് വളരെ അത്ഭുതത്തോടു കൂടി, ഇവർക്ക് ഈ ശാഖയെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തു ചെയ്തു? അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം ഈ 27 ശാഖയും അതിനെ ആ ഷർദിലിനെ സ്വീകരിച്ചു എന്ന് പറയും. അതായത് വൈശമ്പായന മഹർഷി എല്ലാ ശിഷ്യന്മാർക്കും പകർന്നു കൊടുത്തെങ്കിലും ഈ 27 ശാഖയും മുഴുവൻ അറിയാവുന്നത് യാജ്ഞവൽക്യ മഹർഷി മാത്രമായിരുന്നു. ബാക്കിയുള്ള ശിഷ്യന്മാർ കാലങ്ങളായ ഗുരുകുലത്തിൽ പഠിക്കുന്നെങ്കിലും യാജ്ഞവൽക്യ മഹർഷിയെപ്പോലെ മഹാനായിരുന്നില്ല, അത്രമാത്രം മേധാവിയായിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർക്ക് കിട്ടിയ ആ സന്തോഷം, അല്ലേ, ആ അറിവ്, അവർ ഏത് പാത്രത്തിലാണെങ്കിലും അത് പ്രശ്നമില്ല, ഞങ്ങളത് സ്വീകരിക്കുന്നു എന്ന്. അപ്പോൾ ഈ ശിഷ്യന്മാരെന്ത് ചെയ്തു? തിത്തിരി പക്ഷികളുടെ രൂപം സ്വീകരിച്ചു. അതായത് അല്ലേ, മനുഷ്യൻ ഛർദിൽ കഴിക്കില്ലല്ലോ, അപ്പോൾ പക്ഷികളുടെ രൂപത്തിൽ വന്നിട്ട് അതിനെ കൊത്തി തിന്നു എന്നാണ് പറയുന്നത്. തിത്തിരി പക്ഷികളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അഗ്നിയെ പോലും വിഴുങ്ങുവാനുള്ള ശക്തിയുള്ള പക്ഷികളാണ് തിത്തിരി പക്ഷികൾ എന്ന് പറയും. അല്ലേ, അഗ്നിയെ വിഴുങ്ങുന്നത് ആരുമില്ല, പക്ഷികളായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ മറ്റ് ഏത് തരം ജീവികളായിക്കോട്ടെ അഗ്നിയെ വിഴുങ്ങുവാനുള്ള ശേഷി ഒരു ജീവികൾക്കുമില്ല. അപ്പോൾ തിത്തിരി പക്ഷികൾക്ക് ഈ കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇത്രയും വലിയ ശാഖകളെ, ഇത്രയും ആ ജ്ഞാനത്തിനെ സ്വീകരിക്കുവാനുള്ള കഴിവുണ്ട് ഈ തിത്തിരി പക്ഷികൾക്ക് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ യജുർവേദം തൈത്തരീയം എന്ന ശാഖയായി മാറിയത്. അപ്പോൾ വൈശമ്പായന മഹർഷിയിൽ നിന്ന് ലഭിച്ച ജ്ഞാനത്തിനെ യാജ്ഞവൽക്യ മഹർഷി മടക്കി കൊടുത്തത് ഈ ഷർദിലിൻ്റെ രൂപത്തിലായതുകൊണ്ട്, അതിനെ തിത്തിരി പക്ഷികളുടെ രൂപത്തിൽ മറ്റു ശിഷ്യന്മാർ ഏറ്റുവാങ്ങിയതുകൊണ്ട് തൈത്തരീയം എന്ന ശാഖ ഉണ്ടായി എന്ന് പറയാം. അപ്പോൾ ഈ യജുർവേദം എന്നത് 101 ശാഖയാണെന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. അതിൽ 59 ശാഖകൾ വൃദ്ധവ്യാസൻ എന്ന ശിഷ്യന് വേദവ്യാസ മഹർഷി കൊടുത്തു. 27 ശാഖകളാണ് വൈശമ്പായനൻ എന്ന ശിഷ്യന് കൊടുത്തത്. അങ്ങനെ ബാക്കിയുള്ള 101-ൽ ബാക്കിയുള്ള 15 ശാഖകൾ സൂര്യനിൽ നിന്നുമാണ് യാജ്ഞവൽക്യ മഹർഷി അത് കൈവശം വരുത്തിയത്, അതിനെ സ്വീകരിച്ചത് എന്നാണ് പറയുന്നത്. അതായത് 101 ശാഖകളുള്ള യജുർവേദം മുഴുവൻ അറിയാവുന്ന ഒരേ ഒരാൾ യാജ്ഞവൽക്യ മഹർഷി മാത്രമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ 3 ഗുരുക്കന്മാരിൽ നിന്നും, വൃദ്ധവ്യാസനിൽ നിന്നും, വൈശമ്പായന മഹർഷിയിൽ നിന്നും, ആദിത്യനിൽ നിന്നുമാണ് യാജ്ഞവൽക്യ മഹർഷി
ഈ യജുർവേദം മുഴുവൻ തൻ്റെ കൈവശമാക്കി എന്ന് പറയും. ഇങ്ങനെ സൂര്യനിൽ നിന്നും അറിവ് ലഭിച്ച ഒരേ ഒരു മഹർഷി യാജ്ഞവൽക്യ മഹർഷിയായിരുന്നു ആ കാലഘട്ടത്തിൽ. കാരണം യാജ്ഞവൽക്യ മഹർഷിയുടെ ആ ധർമ്മതയും ധീരതയും തപോബലവും എന്തായിരിക്കണം ഒരു മഹർഷിക്ക് വേണ്ട ഗുണഗണങ്ങളെല്ലാം ആ ബുദ്ധിവിശാലതയും ഒക്കെ കണ്ടിട്ട് സൂര്യദേവൻ നേരിട്ട് അനുഗ്രഹിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ യാജ്ഞവൽക്യ മഹർഷിക്ക് വാജസനേയൻ എന്ന പേര് വന്നു. അതായത് സൂര്യദേവനിൽ നിന്നും നേരിട്ട് ശാഖകൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് വാജസനേയൻ എന്ന പേരുണ്ടായി. യാജ്ഞവൽക്യ മഹർഷിയെക്കുറിച്ച് പറഞ്ഞാൽ തീരുകയില്ല. ബാക്കിയുള്ള വിവരണം നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാം. എല്ലാവർക്കും ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.